ഹലോ ഗൈസ്, നമുക്കിന്ന് ബ്ലഡ് കൊടുക്കാൻ പോയാലോ? ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു ടീച്ചർ പറഞ്ഞത് പരിമല ഹോസ്പിറ്റലിലേക്ക് പോസിറ്റീവ് ബ്ലഡ് അർജൻറ്റായിട്ട് വേണമെന്ന്. പിന്നൊന്നും നോക്കിയില്ല, ടീച്ചറിൻ്റെ സമ്മതത്തോടെ കൂട്ടുകാരനുമായിട്ട് ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് കഴിക്കാനായി 2 പൂരി ഒരു വടയും മേടിച്ചു തന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചോ, ഈ പാലത്തിൻ്റെ 2 വശവും നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. പരിമല പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ ടൈമിലായിരുന്നു നമ്മളിവിടെ വന്നത്. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറുകയാണ്. ഈ ഹോസ്പിറ്റലിൽ ഉണ്ടോ, ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, എത്ര പേരുടെ സെയിം ആകുമെന്ന് നോക്കാം. അങ്ങനെ ബ്ലഡ് ബാങ്കിലെത്തി ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നേരെ അകത്തേക്ക് കയറുകയാണ്. ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ബെഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ബ്ലഡ് കൊടുത്തു, പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടൊരു ബിസ്ക്കറ്റും ഒരു പേരക്ക ജ്യൂസും കിട്ടി. ഞാൻ ബ്ലഡ് കൊടുത്ത ആ വ്യക്തിയുടെ ഒരു ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. ശേഷം പുറത്തിറങ്ങി ഇവിടുത്തെ ചായക്കടയിൽ നിന്നും ഒരു പപ്സ് ഒരു ചായയും കഴിച്ചു. പിന്നെ കയ്യിലൊരു ബാൻഡേജ് ഒട്ടിച്ചു തന്നു. അധികം താമസിക്കാതെ വേഗം തന്നെ കൂട്ടുകാരനുമായിട്ട് ഇവിടെ നിന്നിറങ്ങി. പിന്നെ തിരിച്ചു പോകുന്ന വഴി റോഡിലെ കാഴ്ചകളൊക്കെ കുറേ കണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് പെട്ടെന്നൊരു മഴ പെയ്തു. പിന്നെ വണ്ടി സൈഡിൽ ഒതുക്കി കൂട്ടുകാരനുമായിട്ടൊരു കടയുടെ വാതിക്കൽ നിന്ന്. പിന്നെ മഴ കഴിഞ്ഞപ്പോൾ വേഗം വണ്ടി എടുത്തു പോകാൻ തുടങ്ങി. ഫ്രണ്ട്സ്, ഈ ഹെൽമെറ്റ് ഒന്ന് നോക്കിയാൽ എനിക്കിത് വലുതാണ്. കുറേ സമയത്തിന് ശേഷം നമ്മൾ നേരെ ഇടത്തിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് കോളേജിൻ്റെ അകത്തേക്ക് കയറുകയാണ്. പിന്നെ കുറച്ച് ചോര പോയാലെന്തോ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുവാണെങ്കിൽ ഗായ്സ്, ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.